ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, തപസ് കാലത്തിലെ 4-ാമത്തെ ആഴ്ച തിങ്കൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഒരു രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഗലീലയിലേക്ക് തിരിച്ചു വരികയാണ്. ജെറൂസലേമിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എല്ലാവരെയും സൗഖ്യം നൽകി സുഖപ്പെടുത്തി എല്ലാവർക്കും വേണ്ടിയിട്ടും പല അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം പിന്നെയും ഗലീലയിലേക്ക് വരികയാണ്. ഗലീലയിലെ കർത്താവ് വളരെ കുറച്ച് അത്ഭുതങ്ങളാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി നിന്നവരെല്ലാവരും എങ്ങനെയെങ്കിലും കുറച്ച് അത്ഭുതങ്ങൾ കാണാം, എന്തെങ്കിലുമൊക്കെ വിസ്മയിക്കുന്ന തരത്തിലുമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നത് ദർശിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത് വന്നിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ ഒരു പയ്യന് സൗഖ്യം നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ സൗഖ്യം നൽകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് നേരിട്ട് പോകാതെയാണ് സൗഖ്യം നൽകുന്നത്. അതിനകത്ത് എന്തുകൊണ്ട് കർത്താവ് പോയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കർത്താവ് പറയുന്നത് ഇവരെല്ലാവരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. ഇങ്ങനെ കാണാൻ നിൽക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്നത് കൊടുക്കാത്തൊരു ദൈവമുണ്ട് ഇവിടെ. ഈ ഒരു രാജസേവകൻ കർത്താവിനോട് എന്താ പറയുന്നത്? കർത്താവ് എൻ്റെ വീട്ടിലേക്ക് കർത്താവ് വരണം. ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിയോഗം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ വരുന്നതില്ല, മറിച്ച് നീ പോയിക്കൊള്ളുക. എപ്പോഴാണോ താൻ പ്രാർത്ഥിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം തരുന്ന ഉത്തരം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു രാജസേവകൻ തിരിച്ചു മടങ്ങിയത്, അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ സൗഖ്യം ലഭിക്കാൻ. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, നമ്മൾ കുറച്ചധികം പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും ചുറ്റുമുള്ളവരും എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നത് അതുപോലെ തന്നെ നിറവേറുക, അത്ഭുതം നടക്കുക, അടയാളങ്ങൾ ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് കർത്താവ് എനിക്ക് ഓരോ പ്രാർത്ഥനയ്ക്കും തരുന്ന ഉത്തരത്തെ, അത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരവാകണമെന്നില്ല, അതല്ലാതെ തന്നെയുള്ള ഉത്തരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൊമെന്റ് നമുക്കുണ്ടെങ്കിൽ വചനം പറയുന്നു സൗഖ്യം അവിടെ ഉണ്ടാവും. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഞാൻ എത്രത്തോളം കർത്താവിൻ്റെ ഉത്തരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വിശ്വാസപൂർവ്വം അത് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം വചനം കൃത്യമാണ്. ഏത് മണിക്കൂറിലാണോ താൻ അങ്ങനെ സംഭവിക്കുമെന്ന് കർത്താവ് നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോട് ഏത് മണിക്കൂറിലാണോ പോകുന്നത് അതേ മണിക്കൂറിലാണ് ഈ സൗഖ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം നൽകുന്ന ഉത്തരം, ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമായിരിക്കും, പക്ഷെ ദൈവം നൽകുന്ന ഉത്തരത്തെ മനസ്സിലാക്കാനും ആ ഉത്തരം മനസ്സിലാക്കി വിശ്വാസത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കാൻ, അത് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.